അരനൂറ്റാണ്ടിനു ശേഷമുള്ള മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്ര വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം 8:07 നാസയുടെ ഓറിയോൺ പേടകം സാൻഡിയേഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലവർ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോക്ക്, കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസൺ എന്നിവരാണ് 10 ദിവസത്തെ ഈ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചിറങ്ങിയ പേടകം അതീവ ഗുരുതരമായ സാഹചര്യങ്ങളെയാണ് അതിജീവിച്ചത്. സൂര്യന്റെ ഉപരിതലത്തിന്റെ പകുതിയോളം ചൂടാണ് ഇതിന്റെ ഹീറ്റ് ഷീൽഡ് പ്രതിരോധിച്ചത്. 1970-ലെ അപ്പോളോ 13ന്റെ റെക്കോർഡ് തകർത്ത് ഭൂമിയിൽ നിന്ന് 2,52,756 മൈൽ ദൂരത്തേക്ക് ഈ സംഘം സഞ്ചരിച്ചു. ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി വിക്ടർ ഗ്ലവറും ആദ്യ വനിതയായി ക്രിസ്റ്റീന കോക്കും ആദ്യ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി ജെറമി ഹാൻസനും ചരിത്രത്തിൽ ഇടം പിടിച്ചു. ചന്ദ്രനിൽ മനുഷ്യനെ വീണ്ടും ഇറക്കാനുള്ള ആർടെമിസ് 3 ദൗത്യത്തിലേക്കുള്ള നാസയുടെ വലിയ ചുവടുവെപ്പാണ് ഈ വിജയം.